ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ആരും സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് ഓടിപ്പോകുകയൊന്നും ചെയ്യല്ല കേട്ടോ. ഞാൻ കുറച്ച് മുരിങ്ങയില എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മുരിങ്ങയില എനിക്ക് വൈകുന്നേരം കിട്ടിയതാണ്, ഇന്നലെ വൈകുന്നേരം കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അന്നേരം എടുത്ത് കുറച്ച് തോരൻ ഉണ്ടാക്കി, ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഇതുപോലെ ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. രാവിലെ നോക്കിയപ്പോഴേക്കും അതിൻ്റെ ആ ഇലയൊക്കെ ഒന്ന് ആ തണ്ടിൽ നിന്നും അടർന്ന് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഈ തണ്ടൊന്നും കളയല്ല കേട്ടോ, മുരിങ്ങയിലയുടെ തണ്ടും ഇലയും എല്ലാം ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ തണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പെറുക്കി മാറ്റി വെച്ചിരിക്കുന്ന ഈ തണ്ടൊന്നും കളയത്തില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ കുടിക്കാൻ വെള്ളം തിളപ്പിക്കത്തില്ലേ, ആ ഒരു സമയത്ത് ആ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കിത് കുടിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മിക്ക ദിവസവും മുരിങ്ങയില തോരനായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ആരാ രാവിലെ ഈ മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കി തരുന്നതെന്ന്. മുരിങ്ങയില കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വരുന്നത്. ഈ മുരിങ്ങയില എപ്പോഴും ഒന്നും കിട്ടത്തില്ല, വല്ലപ്പോഴും മാത്രമേ ഇതുപോലെ ഒരുപാട് കിട്ടത്തുള്ളൂ. ഇതിപ്പം ഞാൻ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ചൊന്നും എടുക്കുന്നുണ്ട് തോരൻ വെക്കാനായിട്ട്. ബാക്കി അങ്ങ് പൊതിഞ്ഞ് വെക്കും. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം, തോരന്, മുരിങ്ങയില കറി, ചപ്പാത്തി, അങ്ങനെ പല തരത്തിലുള്ള റെസിപ്പികളാണെങ്കിൽ നമുക്ക് ഈ മുരിങ്ങയില ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മുരിങ്ങയിലയുടെ ഇലയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ആ തണ്ടിൽ നിന്ന് ഇല ഊരിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞു പുഴുക്കൾ കാണും, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നോക്കി അതൊക്കെ മാറ്റണം. പിന്നെ അതുപോലെ ചിലന്തി ഉണ്ടല്ലോ, കുഞ്ഞു ചിലന്തിയൊക്കെ ഇങ്ങനെ വല കെട്ടും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഞാനതൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പത്രപേപ്പറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കും. 2 സൈഡും മടക്കിയതിന് ശേഷം വീണ്ടും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാവേ. മുരിങ്ങയില നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തട്ടിക്കളഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ കറി വെക്കുന്നതിന്, അതായത് തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഞാനിത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ പൊതിഞ്ഞിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 3 ആഴ്ച വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.